അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ തുടങ്ങിവെച്ച പരാജയപ്പെട്ട യുദ്ധത്തെ നിഴൽ പോലെ ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഖ്ജിക്ക് ഇന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും നെഞ്ച് തകർക്കുന്നതാണ് എന്നതിൽ സംശയമില്ല. ഇപ്പോൾ അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണമായ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഉപരോധം പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഗത്യന്തരമില്ലാതെ ഒരു വെടിനിർത്തലിലേക്ക് പോവുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരുന്നു. അതിനുവേണ്ടി അമേരിക്ക പാകിസ്ഥാന്റെ കാല് പിടിച്ചിരുന്നു. അങ്ങനെയാണ് രണ്ടാഴ്ചത്തെ ഒരു വെടിനിർത്തലിലേക്ക് എത്തിപ്പെട്ടത്. എന്നാൽ ഈ രണ്ടാഴ്ചക്കിടയിൽ കപ്പലുകൾ കടത്തിവിടാൻ ഇറാൻ സമ്മതിക്കുകയും പക്ഷേ $2 മില്യൺ ടോൾ അടച്ചതിന് ശേഷമേ പോകാവൂ എന്ന നിബന്ധനയും മുന്നോട്ട് വെച്ചു. അപ്പോഴാണ് ട്രംപിന് കാര്യം പിടികിട്ടിയത്. ഇതുവരെ യുദ്ധം ചെയ്ത് ഉണ്ടാക്കി വെച്ച ഇറാന്റെ നഷ്ടങ്ങളെല്ലാം ഈ രണ്ടാഴ്ച കൊണ്ട് ഇറാൻ നികത്തുമെന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഇറാൻ ലാഭം ഉണ്ടാക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് ഒരു പൂർണ്ണമായ ഉപരോധം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു ടോൾ പിരിക്കാൻ ഇറാൻ പ്രധാനമായും ചില ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ കടലിടുക്കാണ്, ഞങ്ങൾ ഒരു കടൽ തീരത്തുള്ള രാഷ്ട്രമെന്ന നിലയിൽ അതിന്റെ തീരപ്രദേശം അത് ഞങ്ങളുടെ അധീനതയിൽപ്പെട്ടതാണ്, ഞങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. അവിടെ കപ്പലുകൾ കടന്നു പോകുന്നതിന്റെ സുരക്ഷ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അവിടെ പൂർണ്ണമായ പരമാധികാരം ഞങ്ങൾക്കുണ്ട്. അവിടെ ടോൾ പിരിക്കണോ വേണ്ടയോ, ഈ കപ്പലുകൾക്ക് സുരക്ഷ നൽകുന്നതിന് പകരം ടോൾ ഏർപ്പെടുത്തുക എന്നത് ഞങ്ങളുടെ അധികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യായമായ ഒരു അവകാശം ഇറാൻ മുന്നോട്ട് വെച്ചത്. ഇറാനെതിരെ ഉണ്ടാക്കി വെച്ച എല്ലാ ഉപരോധങ്ങളെയും മറികടക്കാൻ ഇതിലൂടെ ഇറാന് സാധിക്കും എന്ന് ട്രംപിന് മനസ്സിലായി. മാത്രമല്ല, ഇന്ധനങ്ങൾക്ക് എന്ത് ക്ഷാമം നേരിട്ടാലും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള എണ്ണ റിഫൈനറികളിൽ എന്ത് സംഭവിച്ചാലും ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾ നിരന്തരമായി സർവീസ് നടത്തും. ഇതിലൂടെ ഇറാന് വലിയ രൂപത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നറിയാം. അതുകൊണ്ട് അവിടെ വലിയ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഖ്ജിയെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഒരു തീരപ്രദേശത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ അവർക്ക് പൂർണ്ണമായ അധികാരവും തീരപ്രദേശത്ത് കൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ സെക്യൂരിറ്റിയും ഏർപ്പെടുത്തുക എന്നത് അവരുടെ ന്യായമായ ഒരു അവകാശമാണ്. ഈ അവകാശത്തിന് ചൈന എല്ലാ അർത്ഥത്തിലും പിന്തുണക്കുന്നു. ഇറാന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ നൽകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി. ഇത് ട്രംപിനെയും നെതന്യാഹുവിനെയും വല്ലാതെ ക്ഷീണിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ചൈനയുമായി ഒരു കോൺഫ്ലിക്റ്റ് അത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം വലിയ ആണവ ശക്തിയാണ്. മാത്രമല്ല, ടെക്നോളജിയിൽ വലിയ രൂപത്തിൽ ഇലക്ട്രോണിക് വാർഫെയറിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് മാത്രമല്ല, അവരുടെ അടുക്കലുള്ള എന്തെല്ലാം രഹസ്യ ആയുധങ്ങളുണ്ട് എന്ന് അമേരിക്കക്ക് പോലും കൃത്യമായി പറയാൻ കഴിയാത്ത വിധം വലിയ ശക്തിയാണ് ചൈന എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഈ ഒരു ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയ ആ നിമിഷം തന്നെ അത് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ട്രംപ് കുടുങ്ങാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഇങ്ങനെ പൂർണ്ണമായി ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇറാന്റെ തീരങ്ങളിലേക്ക് കടന്നു വരുന്നത് ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളായിരിക്കും. ഈ കപ്പലുകളെ തടയാൻ അമേരിക്കക്ക് കഴിയില്ല. അങ്ങനെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ വൻ ശക്തികളുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഉപരോധം പരിമിതപ്പെടും, അല്ലെങ്കിൽ അത് ദുർബലമാകും, അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകുമെന്നാണ്. ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ചൈന പറയുന്നത്. ഞങ്ങളും ഇറാനുമായി എനർജി ഡീലുകൾ ധാരാളമുണ്ട്, അതുകൊണ്ട് അവിടെ അവരുടെ തീരപ്രദേശങ്ങളിലേക്ക് എത്തുകയും അവിടെ നിന്ന് കപ്പൽ സർവീസുകൾ നടത്തുക എന്നത് ഞങ്ങളുടെ അവകാശമാണ്. കാരണം ഞങ്ങൾക്ക് മുന്നിൽ ഇറാൻ ഹോർമുസ് കടലിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. എന്ത് ഉപാധികളാണോ അവർ വെക്കുന്നതെങ്കിൽ ആ ഉപാധി അനുസരിച്ച് ഞങ്ങളുടെ കപ്പലുകൾ കടന്നു പോരാൻ തയ്യാറാണ്. ഇതിനെ തടയാൻ ആർക്കാണ് അവകാശമുള്ളത് എന്നാണ് ചൈന ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് മുന്നിൽ ട്രംപിന് പതറുകയല്ലാതെ മറുപടി പറയാൻ കഴിയില്ല. തീർച്ചയായും ഈ ഉപരോധം ഇവിടെ പൊളിഞ്ഞു പോകും. മാത്രമല്ല, വെടിനിർത്തൽ പോലും പൂർണ്ണമായി നിലനിൽക്കില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ ഈ യുദ്ധം പരാജയപ്പെട്ട് അമേരിക്ക പിൻവാങ്ങും, അല്ലെങ്കിൽ ഇതൊരു ലോകയുദ്ധമായി മാറും. പക്ഷെ അങ്ങനെയുള്ള ഒരു ലോകയുദ്ധം നടത്താൻ മാത്രം ശേഷി ഇപ്പോൾ അമേരിക്കക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്കയെക്കുറിച്ച് വലിയ പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നെങ്കിലും യുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്
കടലാസ് കടുവയെ ബോധ്യപ്പെടുന്നത്. ഇതെല്ലാം ഊതിയുറപ്പിച്ച ശക്തിയായിരുന്നു. ഇറാന് മുന്നിൽ തന്നെ ഏറ്റുമുട്ടുമ്പോൾ അവരുടെ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം തകർന്നടിയുന്ന പ്രതിരോധ സംവിധാനങ്ങളിൽ ഏറ്റവും ലോകത്ത് ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറയപ്പെട്ടിരുന്ന താഡും അതുപോലെ പാട്രിയറ്റുകളും തവിടുപൊടിയാവുന്ന സാഹചര്യമാണ് ഇറാന്റെ ചില്ലിക്കാശ് ഡ്രോണുകൾക്ക് മുന്നിൽ ഉണ്ടായത് എന്ന് വരുമ്പോൾ ഈ ശക്തിയെ തകർക്കാൻ ഇറാന് മാത്രം സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ആഴ്ചകളിലുള്ള ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം നൽകുന്ന ചരിത്രം.